നാട്ടിൽ പോകാൻ പറ്റില്ല. ആ അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം വരുന്നത്. നാട്ടിൽ നമുക്ക് പോകാൻ തോന്നുന്നില്ല. നാട്ടിൽ പോണില്ല. പാസ്ബുക്ക് കാണിച്ചു തരാം ബാങ്കിന്റെ. അല്ലടാ അതല്ല, നമുക്ക് ഇപ്പം പറ്റുന്ന സമയം വരെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞ നമുക്ക് സമ്പത്ത് കാലത്ത് കൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് എന്തോ കാവച്ച് പറിച്ച് തിന്നാന്നോ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. പല സമ്പത്ത് കാലത്ത് കാപ്പത്ത് നടാനുള്ള പറമ്പ് വേണ്ടേ? എടാ ചോദിച്ച കണക്കല്ലേ? അതെ എടാ കിട്ടൂടാ, പറമ്പ് കിട്ടൂടാ, എല്ലാം കിട്ടും. എടാ ഇപ്പോഴത്തെ ബിസിനസ് എങ്ങനെ ഉണ്ട് ഇതിന്റെ ഒക്കെ? കറക്റ്റ് ഇപ്പോഴത്തെ ബിസിനസ് ഒക്കെ ഉണ്ട് ഇതിന്റെ? കുഴപ്പമില്ല, മൂവാണ്. എന്തായാലും കൊള്ളാം കാര്യം. എടാ നൗഫി ഒരു പാട്ട് പാടാ. ഞാനാ? എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ലെന്ന് നീയൊക്കെ എന്റെ ലൈവിൽ വരുമ്പോ തന്നെ അറിയാലോ. നീ മൂളിപ്പാട്ടെങ്കിലും പാടുമല്ലോടാ, നമുക്ക് അറിയാലോടാ കുട്ട, നീ പാട്. ഇല്ലടാ, ഞാൻ പാട്ടൊന്നും പാടുന്നില്ല. നീ പോയടക്ക. എനിക്ക് പാട്ട് പാടാനുള്ള എന്റെ സൗണ്ടും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പാട്ടിന് പറ്റിയതൊന്നുമല്ല. പിന്നെ എനിക്ക് ഈണോന്ന് പറയുന്ന സാധനം ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നീ തള്ളാൻ അവിടെ പിച്ചുമ്പയും പറയാനല്ല പറഞ്ഞു. ഒരു പാട്ട് ഒരു അറിയത്തില്ല. പാട്ടാ? ഒരു പാട്ടും അറിയില്ലേ? ഞാൻ പാട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കഥാപുസ്തകം തുറന്നിട്ട് കഥ വായിക്കണ കൂട്ടാണ്. അതാണ് എന്റെ ലെവൽ. ശ്രീകുമാരനോ മറ്റേ ഈ പറഞ്ഞ മറ്റേ യേശുദാസൊന്നും അല്ലടാ കുട്ടേ. നീ പാട്, നമ്മളൊക്കെ ഞാൻ ഈ പാടുന്ന പാട്ടിന്റെ വരിയൊക്കെ കറക്റ്റായിട്ട് തമ്പുരാന്ന് അറിയാം. എനിക്ക് ആകെ മറ്റേ ഒരു പാട്ടിന്റെ ഒരു ഇത് മാത്രമേ എനിക്ക് അങ്ങനെ ഇതുള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ പാട്ടെന്ന് പറയുന്ന സംഭവം ഞാൻ ഇതാക്കാറില്ല. എന്നാലും ഒന്ന് ചെന്ന് ശ്രമിച്ചു നോക്ക്. ഒരു രണ്ടല്ലേ നോക്ക്. ആരും ഇല്ലടാ, ഒരാളെ കണ്ടേ ഉള്ളു. ഇന്ന് പാട്. ആ ഒരാളും കൂടി പോയി കിട്ടാനുള്ള പണിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലടാ. ഹായ് മിനിയമ്മ. മിനിയമ്മ നമ്മുടെ കണ്ണൂരുള്ള മിനിയമ്മയാണ്. 2/23 പറയുന്നുണ്ട്. അമ്മ ഹായ്, എന്തുകൊണ്ട് വിശേഷം? സുഖല്ലേ? ചായ ഒക്കെ കുടിച്ചോ? ഗുഡ് മോർണിംഗ്. AK-47 എന്ന് പറയുന്നുണ്ട്. താങ്ക് യു മിനിയമ്മ. രമ്യ എവിടെങ്ങാണ്ട് കറങ്ങാൻ പോയിട്ട് വീണ്ടും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ തൊപ്പി വേണ്ടിട്ടാണ്. നൗഫി നീ പരിചയം അമ്മയ്ക്ക് നൗഫല് ഇവന്റെ പേര് ഇല്ലല്ല, നൗഫി തന്നെ എല്ലാരും വിളിക്കുന്നത്. നൗഫി തന്നെ. ഹാപ്പിനെസ് സന്തോഷം എന്ന് പറയുന്നുണ്ട്. ഹാപ്പിനെസ് സുഖം. മിഞ്ചിയാണോ? അമ്മയാ. ഓക്കെ. അമ്മയുടെ ലൈവ് ഉണ്ടോ? ലൈവ് ഒക്കെ ഉണ്ടോ? നല്ല ലൈവാ. ഓക്കെ. അയ്യോ, പിന്നെ അമ്മേ ഫുഡൊക്കെ കഴിച്ചോ? എന്തുകൊണ്ട് പിന്നെ വിശേഷം? ലൈവ് ഒക്കെ ഇനി എപ്പോഴാണ് അമ്മേ? എനിക്കിപ്പോ ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ. ഒരു കമന്റ് കേട്ടോ. ഓക്കെ ബൈ. രമ്യ പോവുകയാണോ? ഈ ഒറ്റയാന്നുള്ളത് എന്റെ ചാനലാണ്. സബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കമന്റ് ഇട്ടാൽ മതി. എന്തായാലും വെച്ചിട്ടുണ്ടാ. മോനാണോ? ഞാൻ മോനാണ്. നൗഫി മോനാണോന്ന് ചോദിച്ചാ. എടാ ഒരു മോൻ എന്നുള്ള രീതിയില്, അല്ലാതെ ഡാഡി പറ്റൂ. മോൻ നൗഫി മോനാണോ ഇതെന്ന് ചോദിച്ചത്. 1 മണിക്ക് ഇൻഷാല്ലാ എത്താം. 1 മണിക്കാണോ? ഓക്കെ, ഞാൻ വരാം. ഞാൻ കൺഫേം ഇതൊന്നും പറയുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ ഡ്രൈവിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വന്ന് കയറുന്നതാണ്. അല്ലാണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സമയം എനിക്ക് പറ്റൂലെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരാം. അമ്മ ഏതാണ്ട് ഈ പിൻ ചെയ്തിരിക്കാൻ ചാനലേ ഒന്ന് കൂട്ടുകൊടുത്തരേ. കൂട്ടാണോ? ഒന്ന് കൂട്ടുകൊടുത്തരേ. മിഞ്ചമ്മ ഇല്ല. ഒന്ന് കൂട്ടുകൊടുത്തരാ, തിരിച്ചു തരും. അത്യാവശ്യം പാട്ടൊക്കെ പാടും, കഥാപ്രസംഗം പറയും, കോമഡി, പിന്നെ ഡാൻസ് കളിക്കും. പിന്നെ അബുദാബിയില്
12 ഏക്കർ